ജീലാനി ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി നിയത്താക്കി വാങ്ങിയ ആട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പരിപാടികളൊന്നും നടത്താൻ കഴിയാത്തതിനാൽ അതിനെ വിറ്റിട്ട് കാശ് കൊടുത്താൽ മതിയാകുമോ? ചോദിച്ചിരിക്കുന്നത് മുഹമ്മദാണ് പെരുമ്പാവൂരിൽ നിന്നും. ഈ ജീലാനി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഖുത്ബുൽ അഖ്താബുൽ ഔസുൽ ആലം അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ട് നേർച്ചയാണ്. റബീഉൽ ആഖിർ 11, അതായത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ മാസം, ഇതിൻ്റെ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നമ്മളെന്താണ് നേർച്ച നടത്തുന്ന അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന അല്ലെങ്കിൽ മജ്ലിസുകൾ നടത്തുന്ന ഒരുപാട് ഔലിയാക്കൾ, ഒരുപാട് ആരിഫീങ്ങൾ ഈ ദിവസത്തെ വളരെയേറെ ആദരവോടുകൂടിയാണ് കാണുന്നത്. കാരണം ഖുത്ബുൽ അഖ്താബുൽ ഔസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെന്ന് പറയുന്നത് ഔലിയാക്കളുടെ വലിയ ഉന്നതമായ പദവിയിലേക്ക് പറന്നുപോയ ഒരു വലിയ മഹാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മധുഹുകൾ പറയുക, ചരിത്രങ്ങൾ പറയുക, അങ്ങനെയുള്ളൊരു വലിയ മജ്ലിസുകളുണ്ട്. ആ മജ്ലിസിലേക്ക് നമ്മൾ എന്തെങ്കിലും നേർച്ചയാക്കുമ്പോൾ, നിയ്യത്താക്കുമ്പോൾ അതിൻ്റെ ഗുണം കൊണ്ട് ഒരുപാട് നേട്ടം, ഇടങ്ങേറുകൾ മാറാൻ, ആപത്തുകൾ മാറാൻ, പിന്നെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തത് അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ അതിനൊരു ആട് കൊടുക്കാൻ നിയ്യത്ത് ചെയ്യുമ്പോൾ അതിന് കാശ് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. കാരണം അവർ ആ കാശിന് ആടിനെ വാങ്ങുമോ അല്ലെങ്കിൽ വാങ്ങി ചെയ്യുന്നുണ്ടോയെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരാളത് വാങ്ങി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം. പക്ഷേ അത് അങ്ങനെ തന്നെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ വാങ്ങി നമ്മൾ ആ മജ്ലിസിൽ എത്തിക്കുക. ഇനിയിപ്പോൾ വലിയ ആഘോഷവും മജ്ലിസും ഒന്നും നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീട്ടിൽ തന്നെ അതിനെ നമുക്ക് അറവ് നടത്തിയിട്ട് അവരുടെ പേരിൽ എന്താണ് ഓതേണ്ടത് അത് ഓതിയതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ളവർക്കും പരിസരത്തുള്ളവർക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പാചകം ചെയ്തു കൊടുക്കാം. നേർച്ചയാക്കിയതാണെങ്കിൽ അതിൽ നിന്ന് വീടിൻ്റെ ആളുകൾ കഴിച്ചുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. ഏതായാലും ആ മൃഗത്തെ തന്നെ വാങ്ങി നമ്മൾ എത്തിച്ചു കൊടുക്കലാണ് വേണ്ടത്. അല്ലാതെ കാശ് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ബാധ്യതയിൽ നിന്നും അല്ലെങ്കിൽ ആ നേർച്ചയിൽ നിന്നും അതിൻ്റെ നേർച്ച വീടുക എന്ന് പറയുന്ന ഒരു പരിപൂർണതയിലേക്ക് അത് എത്തുകയില്ല.